കടപ്പുറത്തേക്ക് കയറി വന്ന അക്രമകാരികൾ പാവപ്പെട്ട ആൾക്കാരെ മുഴുവൻ വെട്ടിക്കൊല്ലുമായിരുന്നു. പ്രായം നോക്കിയില്ല. ഇര ഹിന്ദു ആണോ എന്ന് മാത്രമേ നോക്കിയിട്ടുള്ളൂ. മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടെ ഈ കലാപകാരികളും ജിഹാദികളും ആഞ്ഞടിക്കുന്നു എന്നുള്ള അതാണ് സത്യം. രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പലപ്പോഴും CPM ഈ വർഗീയത അതിശക്തമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. മാറാട് നിന്ന് ഈ സംഭവം, രണ്ടാമത്തെ ഈ ആക്രമണം അല്ലെങ്കിൽ കൂട്ടക്കൊല നടക്കുന്ന ദിവസം മുഴുവൻ മുസ്ലിം സ്ത്രീകളെയും കല്യാണം, മറ്റേ വീടിൻ്റെ പാലുകാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സംഭവ സ്ഥലത്തു നിന്ന് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അവർ ഒഴിവാക്കിയിരുന്നു. കേരളത്തിൻ്റെ മനുഷ്യ മനസാക്ഷിയെ ഏറ്റവും ഞെട്ടിച്ച സംഭവങ്ങളിലൊന്നായിരുന്നു 2003 മാറാട് കൂട്ടക്കൊല. മാറാട് സംഭവം ഇപ്പോൾ വീണ്ടും ചർച്ചയാകുമ്പോൾ വിസ്മരിക്കാനാകാത്ത ഒരു പേരാണ് GK സുരേഷ് ബാബുവിൻ്റേത്. 4 പതിറ്റാണ്ടോളമായി മാധ്യമ പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന അദ്ദേഹം തോമസ് പി ജോസഫ് കമ്മീഷൻ്റെ മുമ്പാകെ ഈ വിഷയത്തിൽ മൊഴി കൊടുത്തിട്ടുണ്ട്. വർഗീയതയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പഠനം, വർഗീയതയുടെ അടിവേരുകൾ എന്ന പുസ്തകം കമ്മീഷൻ തെളിവായി സ്വീകരിച്ചിട്ടുണ്ട്. മാറാട് വിഷയത്തിലുള്ള അന്ന് നടന്ന കാര്യങ്ങളും അന്ന് ഇടത് വലത് മുന്നണികൾ എങ്ങനെയാണ് ഈ വിഷയത്തെ, മാറാട് സംഭവത്തെ ഒതുക്കി തീർത്തതെന്നും അദ്ദേഹം ബ്രേവ് ഇന്ത്യയോട് വിശദീകരിക്കുകയാണ്. അന്നത്തെ സംഭവങ്ങൾ, അതിൻ്റെ പല വിഷയങ്ങളിലുമുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ അന്ന് ചർച്ചയായതാണ്. ശ്രീ GK സുരേഷ് ബാബു നേരത്തെ ജനം TV-യുടെ ചീഫ് എഡിറ്ററായിരുന്നു. മാതൃഭൂമിയിൽ നിരവധി വർഷം മാധ്യമപ്രവർത്തകനായിരുന്നു. തുടർന്ന് അമൃത ടെലിവിഷൻ്റെ ചുമതലയിലുണ്ടായിരുന്നു. മാറാട്ടെ അന്ന് നടന്ന കൂട്ടക്കൊലയെക്കുറിച്ചും രാഷ്ട്രീയ സാഹചര്യങ്ങളും അന്ന് രാഷ്ട്രീയ ശക്തികൾ ഈ കൂട്ടക്കൊല നടത്തിയവർക്ക് കൊടുത്ത പിന്തുണയെക്കുറിച്ചുമാണ് അദ്ദേഹം ഇന്ന് ബ്രേവ് ഇന്ത്യയോട് മനസ്സ് തുറക്കുന്നു. ശ്രീ GK സുരേഷ് ബാബു, ഈ മാറാട് വിഷയം വീണ്ടും ചർച്ചയാവുകയാണ്. 2002 ജനുവരിയിലായിരുന്നു ഒന്നാം മാറാട് കലാപം എന്ന് പറയുന്ന ഇപ്പോൾ പറയപ്പെടുന്ന കലാപം നടന്നതും 2002 മെയ് 3 കേരളത്തെ ഞെട്ടിച്ച ഏകപക്ഷീയമായൊരു കൂട്ടക്കൊല തന്നെ ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ പറയുമ്പോൾ CPM ഉൾപ്പെടെ ഇപ്പോൾ പറയുന്നത് ജമാഅത്തെ ഇസ്ലാമി വന്നാൽ വീണ്ടും മാറാട് കലാപം ഉണ്ടാവും എന്നൊക്കെയുള്ള രീതിയിൽ, പക്ഷേ ഈ പറയുന്ന രാഷ്ട്രീയ കക്ഷികളൊക്കെ അന്ന് മാറാട് കൂട്ടക്കൊല ഉണ്ടായതിനു ശേഷം അവിടുത്തെ ഇരകൾക്കെതിരെ നിൽക്കുന്നൊരു ചരിത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അവരെല്ലാവരും പറയുന്നത് ഇതിനൊപ്പം നിന്നതാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ അതൊരു ആരെങ്കിലും ഒരാളുടെ കൊലപാതകത്തിന് പ്രതികാരമായിട്ടുണ്ടായ സംഭവമായിരുന്നു സത്യത്തിൽ? അങ്ങനെ ഒരു പ്രചാരണമാണ് കൂടുതൽ നടക്കുന്നത്. അല്ല, ഇപ്പോൾ നടക്കുന്നത് സത്യത്തിൽ സത്യം മൂടി വെക്കാനുള്ള ശ്രമമാണ്. ആദ്യത്തേത് കലാപം ആയിരുന്നു, സ്പോണ്ടേനിയസ് ആയിട്ട്. അവിടെ സാഗർ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ക്ലബിലെ എൻ്റെ പുതുവത്സരാഘോഷത്തിന് വന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെയുള്ള ഒരു പെൺകുട്ടിയെ ടീസ് ചെയ്തതിനെ തുടർന്ന് വാക്കുതർക്കം ഉണ്ടാവുകയും പിന്നെ അത് സംഘർഷത്തിലേക്കാവുകയും സംഘർഷമുണ്ടായി. 3 ഇസ്ലാം മത വിഭാഗത്തിൽപ്പെട്ട 3 പേരും ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട 2 പേരും മരിച്ചു. അത് ശരിക്കും കലാപമായിരുന്നു. പരസ്പരം ഏറ്റുമുട്ടി അവിടെ. അപ്പോൾ പരസ്പരം ഏറ്റുമുട്ടി അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ 1ാം വാർഷികത്തിന് തന്നെ തിരിച്ചടിക്കാൻ ഇസ്ലാമിക ഭീകരവാദികൾ, ജിഹാദികൾ വ്യക്തമായ ആസൂത്രണം നടത്തിയിരുന്നു. അപ്പോൾ ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയ തോമസ് പി ജോസഫിൻ്റെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായ രേഖകളും തെളിവുകളും വന്നിട്ടുണ്ട്. ഈ അൽ ഉമ്മ എന്ന് പറയുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള ജിഹാദി ഭീകര സംഘടനകളുടെ നേതൃത്വത്തിൽ ഇതിൻ്റെ 1ാം വാർഷികത്തിൻ്റെ ദിവസം തന്നെ തിരിച്ചടിക്കാനാണ് ആസൂത്രണം നടന്നത്. അതിനുവേണ്ടി വൻതോതിൽ അവിടേക്ക് ആയുധങ്ങൾ കൊണ്ടുവന്നു. അനുമതിയില്ലാതെ മാറാട് കടപ്പുറത്തൊരു പള്ളി പണിതു. പഞ്ചായത്തിൻ്റെ അനുമതിയില്ല. ഇത് അനുമതിയില്ല എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തുകാർ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. അപ്പോൾ അത് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ട് പോലും ഇത് പള്ളിയല്ല, താൽക്കാലിക ഷെഡാണെന്ന് പറഞ്ഞു. പക്ഷേ താൽക്കാലിക ഷെഡല്ല അവിടെ പണിതത് പള്ളി തന്നെയായിരുന്നു. അപ്പോൾ ഈ പള്ളിയിലാണ് ആയുധങ്ങൾ കൊണ്ടുവന്നത്. അപ്പോൾ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്,
ഈ പള്ളിയിലേക്ക് ആയുധങ്ങൾ ഒഴുകുന്നു, ഓട്ടോറിക്ഷയിൽ ആയുധങ്ങൾ കൊണ്ടുവരുന്നു, വാളുകളും മറ്റും കൊണ്ടുവരുന്നു. മാറാട് വെറ്റിനറി ആസ്പത്രിയുടെ മുകളിലെ ടെറസിൻ്റെ മുകളിൽ നിന്ന് ബോംബ് കണ്ടെത്തുന്നു. ഈ സംഭവങ്ങളൊക്കെ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് ചെയ്തിട്ടും ഇത് ബേസ്ലെസ് ആണെന്നും ഇതിൽ കാര്യമില്ലെന്നുമാണ് 2 പോലീസ് ഉദ്യോഗസ്ഥർ അന്ന് വ്യക്തമായ നിലപാടെടുത്തത്. ഒന്ന് സഞ്ജീവ് കുമാർ പട്ജോഷി എന്ന് പറയുന്ന അന്നത്തെ പോലീസ് കമ്മീഷണർ, 2 മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടെ മുസ്ലിം ലീഗിൻ്റെ ശുപാർശയിൽ കുഞ്ഞാലിക്കുട്ടിയുടെ പാർശ്വവർത്തി അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയുടെ അടിമ എന്ന് അവിടെ പേര് കേട്ടിരുന്ന അബ്ദുറഹീം എന്ന് പറയുന്ന അസിസ്റ്റൻറ്റ് കമ്മീഷണർ. അദ്ദേഹമാണ് പിന്നീട് ക്രൈംബ്രാഞ്ചിൽ SP ആയി ഇതിൻ്റെ അന്വേഷണത്തിലൊക്കെ സഹകരിക്കുകയും ചെയ്തു. ഈ അബ്ദുറഹീം മുസ്ലിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ ജിഹാദി ഇസ്ലാമിക ഭീകരർക്ക് വേണ്ടി എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്നതിൽ അബ്ദുറഹീമിന് പങ്കുണ്ടായിരുന്നു. അബ്ദുറഹീമിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ച കമ്മീഷൻ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ആയുധങ്ങൾ മുഴുവൻ അവിടെ ഒഴുകിയെത്തുകയും കലാപം അല്ല ഗറില്ല ആക്രമണമാണ് നടന്നതെന്ന് അന്നത്തെ പിന്നീട് പോലീസ് കമ്മീഷണറായിട്ട് വന്ന TK വിനോദ് കുമാർ മാറാട് അന്വേഷണ കമ്മീഷൻ മുമ്പാകെ മൊഴി കൊടുത്തിട്ടുണ്ട്. ഗറില്ല ആക്രമണമാണ് നടന്നത്. ഗറില്ല ആക്രമണമാണ് നടന്നതെന്ന് പറയാൻ കാരണം മാറാട് നിന്ന് ഈ സംഭവം രണ്ടാമത്തെ ഈ ആക്രമണം അല്ലെങ്കിൽ കൂട്ടക്കൊല നടക്കുന്ന ദിവസം മുഴുവൻ മുസ്ലിം സ്ത്രീകളെയും കല്യാണം മറ്റേ വീടിൻ്റെ പാലുകാച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് ആ സംഭവ സ്ഥലത്തു നിന്ന് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അവർ ഒഴിവാക്കിയിട്ട് കടപ്പുറത്തേക്ക് കയറി വന്ന അക്രമകാരികൾ കടപ്പുറത്ത് വെറുതെ കിടന്നിരുന്നവർ, വല നന്നാക്കിക്കൊണ്ടിരുന്നവർ അടക്കമുള്ള പാവപ്പെട്ട ആൾക്കാരെ മുഴുവൻ വെട്ടിക്കൊല്ലുമായിരുന്നു. പ്രായം നോക്കിയില്ല. വെറും 15 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ളവർ ഇരകളായി. 8 പേരെ വെട്ടിക്കൊന്നു. 9ാമത്തെ ഒരു മുസ്ലിം മരിച്ചത് കലാപകാരികളുടെ തന്നെ വെട്ടേറ്റിട്ടാണ്, അല്ലാതെ ആരും പ്രതിക്രിയ ചെയ്തിട്ടല്ല. അപ്പോൾ ഈ കടപ്പുറത്ത് നിന്ന് ആൾക്കാർ ഈ നേരത്തെ ഉണ്ടായ മാറാട് 1ാം കലാപവുമായിട്ട് ബന്ധമുള്ളവരോ അല്ലെങ്കിൽ അതിനകത്ത് പങ്കാളികളായ ആൾക്കാരെ കൊല്ലുകയാണെങ്കിൽ കലാപമായിരുന്നു എന്ന് പറയാം. ഇതല്ല, ഹിന്ദുക്കൾ എന്ന് പറയുന്ന ആൾക്കാരെ മുഴുവൻ വ്യാപകമായി ആക്രമണം നടത്തിയിട്ട് പരമാവധി ആൾക്കാരെ കൊല്ലുക എന്ന ലക്ഷ്യം മാത്രമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് TK വിനോദ് കുമാർ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നത് ഇറ്റ് വാസ് എ ഗറില്ല വാർഫെയർ എന്ന്. അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഇത് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പേജ് 153 വിനോദ് കുമാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനകത്ത് ഗറില്ല ആക്രമണമാണ് നടന്നതെന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഇതെങ്ങനെയാണ് കലാപമാകുന്നത്? ഭരണ സംവിധാനം പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ന്യൂനപക്ഷ വോട്ട് ബാങ്കിന് വേണ്ടി മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടെ അൽ ഉമ്മയും NDFും അടക്കമുള്ള ഇസ്ലാമിക ജിഹാദി ഭീകര സംഘടനകൾ നടത്തിയ ഹിന്ദു കൂട്ടക്കൊലയാണ് മാറാട്ട് നടന്നത്. ആ സമയത്ത് കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിൽ നിന്നുമുള്ളവർ ഇതിൽ പങ്കാളികളായിട്ടുണ്ട് എന്ന് കൊല്ലം ജില്ലയിൽ ഉൾപ്പെടെയുള്ളവർ പോലും അതിൽ പങ്കെടുത്തിരുന്നു എന്ന് പിന്നീട് വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ അങ്ങനെ പലരും പങ്കെടുത്തു എന്നാണ് കേൾക്കുന്നത്. അവിടെ മാത്രമല്ല, അവരൊരു വലിയ ആസൂത്രണം അവിടെ നടന്നിരുന്നു എന്ന് അത് വ്യക്തമാണ്. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ അന്വേഷണത്തിൽ നിന്ന് കോയമ്പത്തൂർ സ്ഫോടനത്തിൻ്റെ പ്രതിയായിരുന്ന ഊമ ബാബുവിൻ്റെ ഇടപെടൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഊമ ബാബുവും മദനിയുമായിട്ടുള്ള ബന്ധം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഇതിലെ പ്രതികളെ പലരെയും രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള ശ്രമം, ഇതിൻ്റെ സാമ്പത്തിക സമാഹരണം, പിന്നെ കേരളം മുഴുവൻ, കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ഇസ്ലാമിക ജിഹാദി തീവ്രവാദികളെ ഇതിനു വേണ്ടി ഒരുക്കുകയും അവരുടെ സ്വാധീനവും സഹകരണവും ഉപയോഗപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. ഇനി അബ്ദുൽ നാസർ മദനിയെ കാണാൻ ഈ ഒരു പ്രതി 8 തവണ കോയമ്പത്തൂർ ജയിലിൽ പോയിരുന്നു. ഒരിക്കൽ പോലും സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഇൻ്റലിജൻസ് വിഭാഗം ഇത് കണ്ടെത്തിയിരുന്നില്ല. അന്വേഷണ കമ്മീഷൻ ഈ സംഭവം അന്വേഷിക്കുമ്പോൾ മാത്രമാണ് സഞ്ജീവ് കുമാർ പട്ജോഷിയോട് ഇതേ കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് 2-3 തവണ പോയതായി മാത്രമേ അറിയുള്ളൂ എന്ന് പറഞ്ഞു. കോയമ്പത്തൂർ ജയിൽ സൂപ്രണ്ടിൻ്റെ മൊഴി കൊണ്ടുവന്ന്
അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ ഹാജരാക്കിയപ്പോഴാണ് 8 തവണ മദിനിയെ കാണാൻ പോയിട്ടുണ്ട് എന്നുള്ളതും മദിനിയുടെ ഈ സംഭവത്തിലുള്ള മദിനിയുടെ പങ്കും വ്യക്തമാകുന്നത്. ഈ ഒരു കൂട്ടക്കൊലയ്ക്ക് ഇന്ന രാഷ്ട്രീയ പാർട്ടിയോ ഇന്ന സംഘടനയൊന്നും ഇല്ലാതെ പൊതുവെ CPM നിന്നുള്ളവരുണ്ടായിരുന്നു, ലീഗിൽ നിന്നുള്ളവരുണ്ടായിരുന്നു, അങ്ങനെ ഒരു പൊതുവായ ഒരു ഇടപെടൽ അതിനകത്തുണ്ടായിരുന്നു. അല്ല, ഇത് കേരളത്തിൽ നടന്നിട്ടുള്ള വർഗീയ കലാപങ്ങളുടെ പൊതു സ്വഭാവം നമ്മൾ പഠിക്കുമ്പോൾ ഇത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ പൂന്തുറ അന്വേഷണ കമ്മീഷൻ, പൂന്തുറ കലാപം അന്വേഷിച്ച അന്വേഷണ കമ്മീഷൻ അരവിന്ദാക്ഷ മേനോനായിരുന്നു, ജില്ലാ ജഡ്ജായിരുന്നു അരവിന്ദാക്ഷ മേനോൻ. അരവിന്ദാക്ഷ മേനോൻ റിപ്പോർട്ടിലും വളരെ വ്യക്തമായിട്ട് അദ്ദേഹം ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയിരുന്നു. വർഗീയ സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് അവിടെ രാഷ്ട്രീയം പ്രശ്നമല്ല. വഞ്ചിയൂർ ഏരിയ കമ്മിറ്റി യുടെ ചുമതലക്കാരനായിരുന്ന ആശാരി എന്ന് പറയുന്ന ആളിൻ്റെ വീട് ആക്രമിച്ചതിൽ അതേ ഏരിയ കമ്മിറ്റിയിൽ അംഗമായിരുന്ന മുസ്ലിം നേതാവുണ്ടായിരുന്നു. അപ്പോൾ രാഷ്ട്രീയം ഇതിനകത്ത് പ്രശ്നമല്ല. അപ്പോൾ മാറാട് ഇതേപോലെ തന്നെ മാറാട് ആക്രമണത്തിൽ പ്രതികളായ ഏതാണ്ട് മൊത്തം പ്രതികളിൽ 38 പേർ CPM പ്രവർത്തകരാണ്. അന്വേഷണ കമ്മീഷൻ കണ്ടെത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ രാഷ്ട്രീയ ബന്ധം. ഇത് മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരും NDFൻ്റെ ആൾക്കാരും CPMൻ്റെ ആൾക്കാരും മുസ്ലിം ലീഗിൻ്റെ ആൾക്കാരും ആയ മുസ്ലിങ്ങൾ സംഘടിച്ചൊരൊറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നു എന്നുള്ളതാണ് മാറാടത്തെ പ്രത്യേകത. ഏതാണ്ട് 300-ലേറെ പ്രതികളുണ്ടായിരുന്നു. ഈ 300-ലേറെ പ്രതികളിലാണ് 38 പേര് CPMകാരാവുന്നത്. അപ്പോൾ CPMന് ഇതിനകത്ത് ബന്ധമില്ലെന്നോ അല്ലെങ്കിൽ CPM കലാപത്തിൽ പങ്കെടുത്തിട്ടില്ലെന്നോ പറയാൻ കഴിയില്ല. കാര്യം CPMലുള്ള മുസ്ലിങ്ങളും മുസ്ലിം ലീഗിൻ്റെ മുസ്ലിങ്ങളും NDFൻ്റെ മുസ്ലിങ്ങളും ഒരേപോലെ ചേർന്നിട്ടാണ് മറുവശത്ത് രാഷ്ട്രീയം നോക്കാതെ ഹിന്ദുക്കളെ കൊന്നു വീഴ്ത്തുകയായിരുന്നു. അവിടെ രാഷ്ട്രീയം പരിഗണിച്ചിട്ടേയില്ല. ഇരകളുടെ ഇര ഹിന്ദു ആണോ എന്ന് മാത്രമേ നോക്കിയിട്ടുള്ളൂ. ഇത് അന്വേഷണ കമ്മീഷൻ വളരെ വ്യക്തമായിട്ട് റിപ്പോർട്ടിൽ തോമസ് പി ജോസഫ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വർഗീയ കലാപം ഉണ്ടാകുമ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ചും ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രശ്നമല്ല. അത് അക്കാര്യത്തിൽ ഈ വിധേയത്തിൽ കമ്മീഷൻ, തലശ്ശേരി കലാപം അന്വേഷിച്ച വിധേയത്തിൽ കമ്മീഷൻ്റെ റിപ്പോർട്ടിൽ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട്, കേരളത്തിൽ നല്ല ഇന്ത്യയിൽ തന്നെ ഒരു ഇസ്ലാമിക ആരാധനാലയം വർഗീയ കലാപത്തിൽ തകർത്തത് തലശ്ശേരിയിലാണ്. അത് വിധേയത്തിൽ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പേജ് നമ്പർ 9 വളരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല CPIയുടെ അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന NE ബലറാം കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റിലും CPM ആണ് മാടായി പള്ളി തകർത്തതെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ തരം പ്രശ്നങ്ങളിൽ നിന്ന് അതത് കാലത്തെ രാഷ്ട്രീയ ലാഭം നോക്കി CPM ഇടപെടുന്നു എന്നുള്ള കാര്യം മാറാടും പ്രസക്തമാണ്. കാര്യം മാറാട് CPM നടത്തിയിട്ടുള്ള ഏകപക്ഷീയമായ ഇടപെടലും ആനുകൂല്യ വിതരണങ്ങളും കാരണം അവിടുത്തെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരേപോലെ CPMനെ ഒഴിവാക്കണം, ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നിന്ന് അവരെ തോൽപ്പിക്കണമെന്ന് ചിന്തിച്ചു, അതിനനുസരിച്ച് പ്രവർത്തിച്ചു. അപ്പോൾ ഈ രാഷ്ട്രീയത്തിന് അതീതമായ ആ പ്രവർത്തനം ഉണ്ടായത് കാരണം CPM ആണ് ഈ കലാപം ഇനിഷ്യേറ്റ് ചെയ്ത് എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. അത് മാറാട് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പലപ്പോഴും CPM ഈ വർഗീയത അതിശക്തമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് തലശ്ശേരിയിലും വ്യക്തമാണ്, മാറാടും വ്യക്തമാണ്, പൂന്തുറയിലും വ്യക്തമാണ്. ഈ ഒരു വർഷത്തിന് ശേഷമുണ്ടായ ഈ ഒരു വലിയ കൂട്ടക്കൊല, അതിന് വിപുലമായ ആസൂത്രണം എന്തായാലും ആവശ്യം വരും, വലിയൊരു ഗൂഢാലോചന ആവശ്യം വരും. പക്ഷേ ഈ ഗൂഢാലോചനയിലേക്ക് വെളിച്ചം വീശുന്ന അന്വേഷണം നടത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ അതിൻ്റെ വിവരങ്ങൾ എന്തൊക്കെയായിരുന്നു? ഈ അന്വേഷണത്തിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഈ മാറാട് കൂട്ടക്കൊല നടന്നത് ആകസ്മികമായിരുന്നില്ല. കടൽ വഴിയാണ് ആയുധം എത്തിയത്. ഈ കടൽ വഴി ആയുധം എത്തി. സാമ്പത്തിക സ്രോതസ്സ് FM എന്ന് പറയുന്ന ഒരാളാണ് ഇതിനു വേണ്ട സാമ്പത്തിക സ്രോതസ്സ് മുഴുവൻ ഒരുക്കിയത്. ഈ സാമ്പത്തിക സ്രോതസ്സ് ആരാണ്?
ആയുധം വന്ന വഴി ഇത് കണ്ടെത്തിയിട്ടില്ല. അപ്പോൾ മാറാട് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അവസാനം കൺക്ലൂഷനിൽ തോമസ് പി ജോസഫ് ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം ഇതാണ്. അപ്പോൾ ഇത് അദ്ദേഹം പേജ് നമ്പർ 186 ഇത് പറയുന്നു. എ പേഴ്സൺ കാൾഡ് FM, ഫൈനാൻസ് മിനിസ്റ്റർ, who came to Kozhikode from the Gulf countries on 2/5/2003 was the source of the money behind the massacre that 2 ministers in the cabinet of DW1 had unimaginable connection with the FM, that the government may be in trouble if the CBI investigated the case at a time when the BJP was in power at the center. അപ്പോൾ CBI അന്വേഷണം വന്നാൽ, BJP ഭരണം വന്ന അതിന് ശേഷം CBI അന്വേഷണം വന്നാൽ ഈ FM-ഉമായിട്ട് ബന്ധമുണ്ട് എന്ന് പറയുന്ന 2 മന്ത്രിമാർ, ഈ 3 പേരാണ് ഈ കൂട്ടക്കൊലയ്ക്ക് സാമ്പത്തിക സ്രോതസ് ഒരുക്കിയത്. ഇത് പുറത്തു വന്നാൽ ആ ബന്ധം, അത് പുറത്തു വരുന്നത് പലരെയും സർക്കാരിനെ ബാധിക്കും. അതിനകത്ത് ഏറ്റവും കൂടുതൽ ആരോപണം വന്നത് PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെയാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ ഭയം കാരണമാണ് AK ആൻ്റണി CBI അന്വേഷണത്തിന് തയ്യാറായിട്ടും കുഞ്ഞാലിക്കുട്ടിയുടെ സമ്മർദ്ദവും ഭയവുമാണ് നിങ്ങൾ എന്നെയും കൂടി അറസ്റ്റ് ചെയ്യും, അല്ലെ അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന കുഞ്ഞാലിക്കുട്ടി മന്ത്രിസഭാ യോഗത്തിലെടുത്ത നിലപാടാണ് ആൻ്റണി എന്ന് CBI അന്വേഷണത്തിന് ഉത്തരവിടാതിരിക്കാൻ കാരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം ഈ കാര്യം തോമസ് പി ജോസഫ് വളരെ വ്യക്തമായിട്ട് കണ്ടെത്തി. അപ്പോൾ തോമസ് പി ജോസഫ് പറഞ്ഞ 1 ആയുധം കൊണ്ടുവന്ന വഴി, 2 ഇതിൻ്റെ സാമ്പത്തിക സ്രോതസ്, ഇത് രണ്ടും അന്വേഷിക്കണമെങ്കിൽ കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം. എൻഫോഴ്സ്മെൻറ്റ്, ഇൻ്റലിജൻസ്, CBI ഇവർ 3 പേരും കൂടി ചേർന്നുള്ള ഒരു സംയുക്ത അന്വേഷണമാണ് ഇതിന് അഭികാമ്യമെന്ന് ഇദ്ദേഹം പറഞ്ഞു. പക്ഷേ ആ റിപ്പോർട്ട് പുറത്തു വന്നിട്ടും വർഷങ്ങളോളം ഇതിൻ്റെ പുറത്ത് അടയിരുന്നു. കുമ്മനം രാജശേഖരൻ മാത്രമാണ് ആത്മാർത്ഥമായിട്ട് ഈ റിപ്പോർട്ട് നടപ്പാക്കണമെന്നും CBI അന്വേഷണം വേണമെന്നും സംഘപരിവാർ പ്രസ്ഥാനങ്ങളിൽ നിന്ന് ശക്തമായ നിലപാടെടുത്ത് രംഗത്ത് വന്നത്. BJPയും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ 2014 നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷമാണ് CBI അന്വേഷണം വന്നത്. പക്ഷേ ഈ അന്വേഷണത്തിൽ ഇതിൻ്റെ നാനാവശങ്ങളും കൊണ്ടുവരാനോ അല്ലെങ്കിൽ കാര്യക്ഷമമായിട്ട് IBയും CBIയും നമ്മുടെ എൻഫോഴ്സ്മെൻറ്റും ഉൾപ്പെട്ട ഇതിൻ്റെ ധനസ്രോതസ് മുഴുവൻ പുറത്തു കൊണ്ടുവരുന്നതിലും BJP പരാജയപ്പെട്ടു എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ, പ്രസിഡൻ്റായിട്ടേ ഉള്ളൂ. പക്ഷേ അതിനു മുൻപുണ്ടായിരുന്ന BJP നേതൃത്വത്തിൽ ഇത് കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തുന്നതിലും കൺവിൻസ് ചെയ്യുന്നതിലും ആ തരത്തിലുള്ള ഒരു അന്വേഷണം കൊണ്ടുവരുന്നതിലും എഫക്റ്റീവായിട്ട് ഇടപെട്ടു എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ മാറാടിൻ്റെ ഈ തരത്തിലുള്ള ഒരു ചർച്ച ആയിരുന്നില്ല ഉണ്ടാവുക. അന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളായ മായിൻ ഖാജിക്കും അടക്കമുള്ളവരുടെ ഇൻവോൾവ്മെൻറ്റിനെ കുറിച്ച് അന്വേഷണ കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട്. അന്ന് ഏറ്റവും കൂടുതൽ കെടുകാര്യസ്ഥത കാണിച്ച മഹേഷ് കുമാർ സിംഗ്ല എന്ന് പറയുന്ന IPS ഓഫീസർ, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഈ കലാപത്തിൽ പങ്കാളിയാണെന്ന് കരുതുന്ന അബൂബക്കർ എന്ന് പറയുന്ന പോപ്പുലർ ഫ്രണ്ട് നേതാവിൻ്റെ വ്യാപാര പങ്കാളിയായിരുന്നു. അവർ ഒരുമിച്ച് കോഴിക്കോട് ബിസിനസ് നടത്തിയിരുന്നു. ആ മഹേഷ് കുമാർ സിംഗ്ല കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാരനായി, ഉദ്യോഗസ്ഥനായി. അപ്പോൾ ഈ തരത്തിൽ ഈ സംഭവത്തിൽ ഇയാൾ ഇൻവോൾവ് ആണ്, ഇയാളാണ് ഈ പ്രശ്നങ്ങളുടെ ആണിക്കല്ല്. അപ്പോൾ ഇയാൾക്ക് ഇങ്ങനെ തീവ്രവാദ ബന്ധം ഉണ്ട് എന്ന കാര്യം കേന്ദ്ര നേതൃത്വത്തെ ബോധ്യപ്പെടുത്തേണ്ടത് സംസ്ഥാന BJP നേതൃത്വമായിരുന്നു. അത് സംസ്ഥാന BJP നേതൃത്വത്തിന് കഴിഞ്ഞില്ല. ഞാൻ ആരുടെ പേര് പറയില്ല, ഞാൻ മൊത്തം സംവിധാനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ അബൂബക്കറുമായി ബന്ധപ്പെട്ട്, അബൂബക്കറാണല്ലോ അന്ന് ആദ്യത്തെ കലാപത്തിൽ 3ാമതായിട്ട് കൊല്ലപ്പെടുന്ന ആൾ. അപ്പോൾ ഇയാളുടെ ഒരു തീവ്രവാദ ബന്ധം, NDF-ഉമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു ബന്ധം, അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടന്നിരുന്നു. പക്ഷേ അത് അന്വേഷണം നടന്നില്ല എന്ന് മാത്രമല്ല, ബിജിലി എന്ന് പറയുന്ന ആളെക്കുറിച്ചും ബിജിലി അല്ലാതെ നൗഫലാണ് എന്നൊക്കെ പോലീസ് പറഞ്ഞു എന്നുള്ളതൊഴിച്ചാൽ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കൊല്ലപ്പെട്ട ആളുടെ ബന്ധു അല്ലെങ്കിൽ മകനും ബാക്കിയുള്ളവരും കൂടെ നടത്തിയ പ്രതികാരമാണ് ഇതെന്ന് വരുത്താനാണ് ശ്രമം നടത്തിയത്. പക്ഷേ ഇതെന്ന് പറയുന്നത് അൽ ഉമ്മയും
NDF-ഉം അടക്കമുള്ള ജിഹാദി തീവ്രവാദി സംഘടനകൾ അവിടെ 3 പേർ മരിച്ചതൊരു അഭിമാന പ്രശ്നമായിട്ട് കണ്ടു എന്നുള്ളതാണ് സത്യം. പിന്നെ ഇതിൻ്റെ ബാക്കിലൊരു കാര്യം കൂടെ ആലോചിക്കണം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് പൊന്നാനി മുതൽ വെള്ളയിൽ വരെയുള്ള 90 കിലോമീറ്റർ കടപ്പുറം പ്രദേശം ഒഴിപ്പിച്ചെടുക്കാൻ ഇസ്ലാമിക ജിഹാദി തീവ്രവാദി സംഘടനകൾ ശ്രമം നടത്തുന്നുണ്ട്. ഒരു പൊന്നാനിയിലെ കടപ്പുറത്തുള്ള ഒരു സച്ചിദാനന്ദൻ എന്ന് പറയുന്ന ഒരാൾ ഒഴിച്ച് ബാക്കി ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളും അരയന്മാരും ഇവിടുന്ന് ഒഴിഞ്ഞുപോയി. ഈ കടപ്പുറം ഒഴിച്ചെടുത്തിട്ട് അവിടെ തീവ്രവാദ പ്രവർത്തനത്തിനും ജിഹാദി പ്രവർത്തനത്തിനും കളമൊരുക്കാനാണ് ഇസ്ലാമിക തീവ്രവാദി ഭീകര സംഘടനകൾ ശ്രമിച്ചിരുന്നത്. ഇതിൻ്റെ അന്വേഷണം വളരെ വ്യക്തമായിട്ട് പിന്നീട് കണ്ടെത്തിയിട്ടുണ്ട്. കാര്യം നമ്മുടെ ഗ്രീൻ വാലിയിൽ നടന്ന സ്ഫോടനം, അതിൻ്റെ അന്വേഷണം എവിടെ എത്തി? ഗ്രീൻ വാലിയിൽ ആയുധങ്ങളും ബോംബും പൊട്ടിക്കാനുള്ള പരീക്ഷണങ്ങളാണ് നടന്നത്. പിന്നെ നമ്മുടെ അരുൺ കുമാർ സിൻഹ ജൂനിയർ, അദ്ദേഹം പിന്നെ NST ഡയറക്ടർ ജനറലായിട്ടിരിക്കെ 2-3 വർഷം മുമ്പ് മരിച്ചു. കേരള കേഡർ IPS ഓഫീസറായിരുന്നു. അദ്ദേഹം മലപ്പുറം SP ആയിരുന്നപ്പോൾ പഠനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ മലപ്പുറം SP ആയിട്ടിരുന്നപ്പോൾ അദ്ദേഹം നടത്തിയ പഠനത്തിലും ഈ തീവ്രവാദി സാന്നിധ്യം കണ്ടെത്തുക മാത്രമല്ല, അദ്ദേഹവും കേന്ദ്ര ഏജൻസികൾ നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയത് പൊന്നാനി കടപ്പുറത്ത് ആണ് ഏറ്റവും കൂടുതൽ ആയുധം ഇറങ്ങിയിരുന്ന ഒരു സ്ഥലം. ഈ ആയുധം പൊന്നാനിയിൽ നിന്ന് നിലമ്പൂർ വഴി നാടുകാണി ചുരം, അവിടുന്ന് തമിഴ്നാടേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആന്ധ്ര മുതൽ ഒറീസ വരെയുള്ള നക്സലൈറ്റുകൾക്കും തമിഴ്നാട്ടിലെ LTTക്കാർക്കും വരെ ആയുധം കടത്തിയിരുന്ന വഴി പൊന്നാനിയായിരുന്നു. എന്തുകൊണ്ട് ഇതിനെക്കുറിച്ച് പിന്നീട് അന്വേഷണം ഉണ്ടായില്ല? റോക്കറ്റ് ലോഞ്ചർ അടക്കമുള്ള ആയുധങ്ങൾ ഈ വഴിക്ക് വന്നിരുന്നു എന്നാണ് കണ്ടെത്തിയത്. അരുൺകുമാർ സിൻഹ ജൂനിയർ ഇത് സംബന്ധിച്ച വളരെ വ്യക്തമായ പഠന റിപ്പോർട്ട് കേരള സർക്കാരിനും കേന്ദ്ര ഏജൻസികൾക്കും നൽകിയതാണ്. പക്ഷെ അതിൻ്റെ പിന്നീടൊരു ഇതുണ്ടായില്ല. പിന്നെ ഈ മാറാട് രണ്ടാമത്തെ ഈ നടന്ന കൂട്ടക്കൊലയ്ക്ക് മുമ്പ് അൽ ഉമ്മയുടെ നേതാക്കന്മാർ കേരളത്തിൽ വരികയും അവർക്ക് മലപ്പുറത്ത് വെച്ചും മറ്റ് ചില പ്രദേശങ്ങളിൽ വെച്ചും ബോംബ് നിർമ്മാണത്തിനും ആയുധ നിർമ്മാണത്തിനുമുള്ള പരിശീലനം നൽകുകയും ചെയ്തു. പരിശീലനം നൽകി എന്നുള്ളത് വളരെ വ്യക്തമാണ്. അത് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടും പറയുന്നുണ്ട്. ഈ അല്ലുമ്മയുടെ ഇടപെടലിനെക്കുറിച്ച് എന്ത് പഠനം നടന്നു? കൂവങ്കല്ല് പുഴയിൽ നിന്ന് കണ്ടെത്തിയ പൈപ്പ് ബോംബുകൾ, ഈ പൈപ്പ് ബോംബ് ടെസ്റ്റ് ചെയ്തപ്പോൾ 40 നിലയുള്ള ഒരു കെട്ടിടം ഒറ്റ ബോംബ് കൊണ്ട് തകർക്കാൻ പറ്റുമെന്നാണ് കണ്ടെത്തിയത്. അതിൻ്റെ അന്വേഷണം എവിടെ എത്തി? ഇപ്പോൾ കേരള പോലീസിൻ്റെ ഈ തരത്തിലുള്ള വീഴ്ചകൾ അക്കമിട്ട് പറയാവുന്നതാണ്. ഈ മാറാട് പള്ളിയുമായി ബന്ധപ്പെട്ട് അത് ആയുധങ്ങൾ കണ്ടെടുത്തത് അന്ന് പോലീസ് ഓഫീസറായിരുന്ന TK വിനോദ് കുമാർ ഒരാൾ മാത്രമാണ് ആ ഒരു ശക്തമായ തീരുമാനമെടുത്തതും അങ്ങനെ ഈ ഇത് കണ്ടുപിടിച്ചതും. പ്രത്യേകിച്ചും ഈ ആയുധങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് ചെറിയ കാര്യമായിരുന്നില്ല. അത് കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അന്വേഷണം പോലും ഈ രീതിയിൽ മുന്നോട്ട് പോകില്ലായിരുന്നു. അല്ല, അതിനകത്ത് വിനോദ് കുമാർ മാത്രമല്ല, ഇത് നമ്മൾ പലപ്പോഴും വിസ്മരിച്ചു പോയ ഏറ്റവും നല്ലൊരു പോലീസ് ഓഫീസർ അന്ന് കണ്ണൂർ റേഞ്ച് DIG ആയിരുന്ന ശങ്കർ റെഡ്ഡിയാണ്. ഈ ശങ്കർ റെഡ്ഡിയും അന്നത്തെ പോലീസ് കമ്മീഷണറായിരുന്ന സഞ്ജീവ് കുമാർ പട്ജോഷിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. കാര്യം സഞ്ജീവ് കുമാർ പട്ജോഷി എന്ന് പറയുന്നത് ഇറസ്പോൺസിബിളായിട്ടുള്ള നിരുത്തരവാദപരമായിട്ട് ഇരുന്ന ഒരു ഓഫീസറായിരുന്നു. അദ്ദേഹത്തിൻ്റെയും ഈ അബ്ദുറഹീം എന്ന് പറയുന്ന സൗത്ത് അസിസ്റ്റൻറ്റ് കമ്മീഷണറായിരുന്ന ഉദ്യോഗസ്ഥൻ്റെയും കമ്മീഷൻ പറഞ്ഞ വാക്ക് കൊട്ടേഷനിൽ പറഞ്ഞാൽ ലത്താർജി, അവരുടെ നിഷ്ക്രിയത്വമാണ് മാറാട് കലാപം രണ്ടാമത്തെ കൂട്ടക്കൊല ഉണ്ടാകാൻ കാരണം. ഈ ആയുധങ്ങൾ ഒഴുകുന്നു എന്നുള്ള റിപ്പോർട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് കൊടുത്ത സമയത്ത് ഒരിക്കൽ പോലും പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഇത് പരിശോധിക്കാനോ ഇത് തടയാനോ ഇത് കണ്ടെത്താനോ ഒരു നടപടിയും സഞ്ജീവ് കുമാർ പട്ജോഷിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഹൈന്ദവ സംഘടനകളും ഈ ആയുധം വരുന്നു എന്നുള്ള ആരോപണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലും അന്വേഷണം നടന്നിട്ടില്ല. ആസ് എ റേഞ്ച് DIG എന്ന നിലയിൽ ശങ്കർ റെഡ്ഡി ഇത് സംബന്ധിച്ച് കാര്യമായ അന്വേഷണം വേണം
ഇൻ്റലിജൻസ് റിപ്പോർട്ട് തള്ളിക്കളയരുത്, സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് വളരെ വ്യക്തമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ദീസ് ആർ ബേസ്ലെസ്, അടിസ്ഥാനരഹിതമാണ് എന്ന റിപ്പോർട്ടാണ് ഈ അബ്ദുറഹീമും സഞ്ജീവ് കുമാർ പട്ജോഷിയും കൊടുത്തത്. അവർ രണ്ടുപേരുമാണ് ഈ മാറാട് കലാപത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദികൾ. പിന്നെ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാകണം. ജില്ലാ മജിസ്ട്രേറ്റ് എന്ന നിലയിൽ ജില്ലയുടെ ചുമതലയുണ്ടായിരുന്ന കളക്ടർ TO സൂരജ് എന്ന പേര് കേട്ട് തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. അദ്ദേഹത്തിൻ്റെ പേര് സിറാജ് ഖാൻ എന്നാണ്. അദ്ദേഹം നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി TO സൂരജ് എന്ന് പേരിട്ടിട്ട് കുഞ്ഞാലിക്കുട്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പായിരുന്നു മുസ്ലിം ലീഗിൻ്റെ. ഇദ്ദേഹം അവിടെ ഇരുന്ന് ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളും മുസ്ലിം ലീഗിന് വേണ്ടി മാത്രമായിരുന്നു. അപ്പോൾ അത് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അവിടെ മാറാട് ഒരു കടവ് കമ്മിറ്റി ഉണ്ടാക്കി, ഈ അവിടെ മണൽ വാരുന്നത് സംബന്ധിച്ച് എന്തോ ഒരു കമ്മിറ്റി. അതിൽ 21 അംഗങ്ങളെയാണ് കളക്ടർ നോമിനേറ്റ് ചെയ്യേണ്ടത്. ഈ 21 പേര് മുസ്ലിം ലീഗിൽ നിന്നാണ്. ഇത് മുസ്ലിം ലീഗ് മാത്രം അധികാരത്തിൽ വരുമ്പോൾ ഒരു പ്രശ്നമാണ്. കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് അബ്ദുറബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ അബ്ദുറബ്ബ് 23 വകുപ്പ് മേധാവികളാണ് വിദ്യാഭ്യാസ വകുപ്പിലുള്ള. അതിൽ 21 പേര് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നാണ്. എന്നിട്ട് ഉമ്മൻചാണ്ടി അത് റിവോൾട്ട് ചെയ്തു. പക്ഷേ ഉമ്മൻചാണ്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഇവർ പൂട്ടിക്കളഞ്ഞു. അപ്പോൾ ഈ രീതിയിൽ അന്ന് സൂരജ് ഈ ഒരു കാര്യത്തിൽ പോലും ഈ കളക്ടർ, ഇതിൻ്റെ ലോ ആൻഡ് ഓർഡറിൻ്റെ ചുമതലയുള്ള കളക്ടർ വേണ്ട രീതിയിൽ ഇടപെടൽ നടത്തിയില്ല. കലാപത്തിന് ശേഷം ഈ മാറാട് അനധികൃത പള്ളിയാണ്. ഈ പള്ളിയിൽ നേരത്തെ കോയമ്പത്തൂർ സ്ഫോടനക്കേസിലെ പിടികിട്ടിയ പുള്ളിയായിരുന്ന താനൂർ സ്വദേശി അബ്ദുൽ ലത്തീഫ്, അയാൾ ബക്കറ്റുകളിൽ ബോംബ് കൊണ്ട് വെച്ചിരുന്നു എന്നുള്ളത് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു. അതേപോലെ ഈ ആയുധങ്ങൾ വൻതോതിൽ വാളും ബാക്കിയുള്ള ആയുധങ്ങളും കൊണ്ടുവരുന്നു എന്നുള്ളതും കണ്ടെത്തിയിരുന്നു. ഈ ആയുധങ്ങൾ മുഴുവൻ ഉള്ള ഈ പള്ളി ഇത് പൂട്ടിയിടുമായിരുന്നു. കളക്ടർ ഇതിൻ്റെ ചുമതല ഏറ്റെടുത്തു. അവിടെ ആർക്കും കയറാൻ പറ്റാത്ത സമയത്താണ് E. അഹമ്മദ് അവിടെ കയറുന്നത്, മുസ്ലിം ലീഗ് നേതാവും MP ആയിട്ടുള്ള. അപ്പോൾ അത് അന്ന് ഈ മുസ്ലിം ലീഗിൻ്റെ പാർശ്വവർത്തിയായിട്ടോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയോ പ്രവർത്തിച്ചിരുന്ന ഈ TO സൂരജ് എന്ന് പറയുന്ന സിറാജ് ഖാനാണ് അനുവാദം കൊടുത്ത് അവിടെ കയറിയത്. പിന്നീട് മനസ്സിലാകുന്നതെന്ന് വെച്ചാൽ ഈ പള്ളിയിലെ ആയുധങ്ങൾ മാറ്റാനും പള്ളിയിലെ ഉണ്ടായിരുന്ന രക്തപ്പാടുകൾ കഴുകിക്കളയാനും ഒക്കെ E. അഹമ്മദിൻ്റെ ഒത്താശയോടുകൂടിയാണ് അന്ന് അത് ചെയ്തത്. അപ്പോൾ ഈ കളക്ടറുടെ ആ നടപടി നിയമവിരുദ്ധമായിരുന്നു എന്ന കാര്യം അന്വേഷണ കമ്മീഷൻ വളരെ വ്യക്തമായിട്ട് അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാര്യം അദ്ദേഹം പക്ഷപാതപരമായിട്ടാണ് പെരുമാറിയത് എന്നാണ് പറഞ്ഞത്. സൂരജ് പിന്നീട് കർമ്മഫലം അനുഭവിച്ചു. അഴിമതി കേസിൽ പിന്നീട് പ്രതിയായി അദ്ദേഹത്തിൻ്റെ സ്വത്ത് മുഴുവൻ കണ്ടുകെട്ടി ജോലിയിൽ നിന്ന് റിട്ടയർ ആയെങ്കിൽ പോലും വളരെ അപമാനകരമായ രീതിയിലാണ് ഈ TO സൂരജ് എന്ന സിറാജ് ഖാൻ പിന്നീട് പുറത്തുപോയത്. ഒരു കുഞ്ഞാലിക്കുട്ടിക്കും E. അഹമ്മദിനും അയാളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അപ്പം ഇത് ഈ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഈ കർമ്മഫലം ഈ സംഭവത്തിലും പിന്നാലെ വരുന്നു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ ഈ ഇത്രയും വലിയ വീഴ്ച നടത്തിയിട്ട് മഹേഷ് കുമാർ സിംഗ്ല മാത്രമാണ് ഇക്കാര്യത്തിൽ രക്ഷപ്പെട്ടത്. അപ്പോൾ ഈ കമ്മീഷൻ തന്നെ വളരെ വ്യക്തമായിട്ട് കുറേ സംഭവങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഈ മാറാടെ പോലീസ് ഔട്ട് സ്റ്റേഷൻ ഉണ്ടായിരുന്നു, ഒരു ഔട്ട് പോസ്റ്റ്. ഈ ഔട്ട് പോസ്റ്റ് പ്രവർത്തിച്ചിരുന്ന റുക്കുബി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ വീട്ടിലായിരുന്നു. അവിടെ വയർലെസ് സന്ദേശങ്ങൾ വയർലെസ് വെച്ചിരിക്കുകയാണ് പുറത്ത്, അവിടെ ജനാലയുടെ അവിടെ എവിടെയോ ഇത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ വയർലെസ്സിൽ നിന്നുള്ള സന്ദേശം മുഴുവൻ ഈ വീട്ടുകാരും പിന്നീട് അതിൻ്റെ ചുറ്റുപാടും അവിടെ എത്തുന്ന ഈ ഭീകരവാദ ബന്ധമുള്ള ആൾക്കാരും മുഴുവൻ ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ ഈ തരം 100 കണക്കിന് വീഴ്ച ഉണ്ടായിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ കലാപത്തിൽ മരിച്ച അബൂബക്കറിൻ്റെ മകൻ വിജിലി അതൊക്കെ കാര്യമായ വിദ്യാഭ്യാസമുള്ള ആളല്ല. പക്ഷെ അയാളുടെ തീവ്രവാദ ബന്ധവും അയാളുടെ സന്ദർശനം, അയാളുടെ ധനസ്രോതസ്, അയാൾ ആയുധം സമാഹരിക്കാൻ വേണ്ടി നടത്തിയ ശ്രമങ്ങൾ, ഇതടക്കമുള്ള ഒരു സംഭവങ്ങളിലും കാര്യമായ പോലീസ് അന്വേഷണം ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഗുരുതരമായ വീഴ്ചയായിട്ട് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഒരു മൊത്തത്തിൽ നോക്കിയാൽ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കേരളത്തിൽ വർഗീയ കലാപം ഉണ്ടാകുന്നത് മുഴുവൻ സമയത്തും മുസ്ലിം ലീഗ് അല്ലെങ്കിൽ UDF അധികാരത്തിലുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്.
അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ഒരു 82-ലാണ് കേരളത്തിൽ ആദ്യത്തെ കലാപം ഉണ്ടാകുന്നത്. കലാപം ഉണ്ടാകുന്നത് അന്ന് കരുണാകരനാണ് മുഖ്യമന്ത്രി. അപ്പോൾ ആലപ്പുഴയിൽ നബിദിനത്തിന് നടന്ന റാലി, അപ്പോൾ ശവക്കോട്ട പാലം ഇത് തള്ളിക്കയറി വരാൻ ശ്രമത്തിയപ്പോൾ പോലീസ് തടഞ്ഞു. അവിടെ വെടിവെപ്പുണ്ടായി, 2 പേരും മരിച്ചു. അപ്പോൾ 2 പേരും മരിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ സ്വാഭാവികമായിട്ടും പോലീസ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു, ആ സംഭവം തീർന്നതാണ്. പക്ഷേ അന്ന് CH മുഹമ്മദ് കോയ കരുണാകരനെ സമ്മർദ്ദം ചെലുത്തി, റോഡിൽ നിന്ന് പോലീസിനെ വിഡ്രോ ചെയ്യണം, മുസ്ലിം ലീഗുകാർക്ക് പ്രതിഷേധിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പോലീസിനെ വിഡ്രോ ചെയ്തത്. പോലീസിനെ വിഡ്രോ ചെയ്തതുകൊണ്ട് എന്താ പറ്റിയേ? കേരളം മുഴുവൻ ഈ സാമൂഹ്യ വിരുദ്ധരും ഇസ്ലാമിക കലാപകാരികളും അഴിഞ്ഞാടി. ചാല കമ്പോളം കത്തി. ചാലയിൽ കത്തുക എന്ന് പറയുന്നത് ഹിന്ദുക്കളുടെ മാത്രം കട ചാല മുതൽ കരമന വരെ തിരഞ്ഞു പിടിച്ച് കത്തിച്ചു. നിരവധി ആൾക്കാർക്ക്, സാധാരണക്കാർ, വഴിയാത്രക്കാർ ആക്രമിക്കപ്പെട്ടു. അന്ന് കോട്ടയ്ക്കകത്ത് RSS കാര്യാലയത്തിലേക്ക് അന്ന് ലാൻഡ് ഫോൺ മാത്രമുള്ള രക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് 100 കണക്കിന് ആൾക്കാർ വിളിച്ചു എന്നാണ് പറയുന്നത്. പിന്നീട് RSSൻ്റെ പ്രവർത്തകർ തിരുവനന്തപുരം നഗരത്തിൽ സുരക്ഷയ്ക്ക് വേണ്ടി ഇറങ്ങിയതിന് ശേഷമാണ് ഈ കലാപം അടിച്ചമർത്താൻ പറ്റിയത്. അന്നാണ് ആദ്യമായിട്ട് കേരളത്തിൽ ക്രമസമാധാനത്തിന് പട്ടാളം ഇറങ്ങുന്നത്. പട്ടാളം ഇറങ്ങാനുള്ള കാരണം എന്താ? അന്ന് ഗാന്ധിയനായ P. രാമേന്ദ്രനായിരുന്നു കേരള ഗവർണർ. അദ്ദേഹം തമിഴ്നാട്ടിൽ നിന്ന് വൈകുന്നേരത്തെ ഫ്ലൈറ്റിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് വരികയാണ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വരുമ്പോൾ വിമാനത്താവളത്തിലെ റൺവേയുടെ സൈഡിലുള്ള പുല്ല് മുഴുവൻ ഈ കലാപകാരികൾ പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ചു. അപ്പോൾ വിമാനത്തിന് ഇവിടെ ഇറങ്ങാൻ പറ്റാതെ വന്നു. വിമാനം കൊച്ചിയിൽ താവളത്തിലാണ് ഇറക്കിയത്. കൊച്ചി പഴയ വിമാനത്താവളത്തിൽ ഇറക്കിയതിന് ശേഷം അവിടുന്ന് ഗവർണർ VIP റൂമിൽ വന്നിട്ട് ആദ്യം വിളിക്കുന്നത് മുഖ്യമന്ത്രി കരുണാകരനെയാണ്. സ്റ്റേറ്റിൻ്റെ ഹെഡ് എന്ന നിലയിൽ തിരുവനന്തപുരത്ത് കലാപം അടിച്ചമർത്താൻ വേണ്ടി പട്ടാളത്തെ വിളിക്കാൻ കരുണാകരന് നിർദ്ദേശം കൊടുത്തു. കരുണാകരൻ്റെ പിന്നെ ഉടനെ തന്നെ പട്ടാളത്തെ വിളിച്ചു. പട്ടാളം ഫ്ലാഗ് മാർച്ച് നടത്തിയതിന് ശേഷമാണ് ഇവിടെ കലാപം ഒതുങ്ങിയത്. ഏത് കലാപവും പിന്നീട് നോക്കൂ, പൂന്തുറ കലാപമായാലും പാലക്കാട് കലാപമായാലും ഈ മാറാട് കലാപത്തിലും ഈ UDF സർക്കാർ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഭരണം എപ്പോഴൊക്കെ വന്നോ ലീഗിൻ്റെ പിൻബലത്തോടെ, മുസ്ലിം ലീഗിൻ്റെ പിൻബലത്തോടെ, മുസ്ലിം ലീഗിൻ്റെ പിന്തുണയോടെ ഈ കലാപകാരികളും ജിഹാദികളും ആഞ്ഞടിക്കുന്നു എന്നുള്ള അതാണ് സത്യം. ആ സത്യം ഇപ്പോൾ AK ബാലൻ പറഞ്ഞപ്പോൾ അതെന്നുണ്ടെങ്കിൽ പറയുമ്പോൾ ഇവർക്ക് പങ്കില്ലാതല്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരും ഈ കലാപത്തിൽ മുസ്ലിം കലാപകാരികളോടൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം മാറാട് അന്വേഷണ കമ്മീഷനായിരുന്ന തോമസ് P. ജോസഫും പൂന്തുറ കമ്മീഷൻ റിപ്പോർട്ടിൽ ജസ്റ്റിസ് അരവിന്ദാക്ഷ മേനോനും വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവർ മാറി നിൽക്കുന്നതല്ല, പക്ഷേ മുസ്ലിം ലീഗിൻ്റെ ഭരണത്തിൽ ഈ കലാപകാരികൾ അല്ലെങ്കിൽ ജിഹാദികൾ അതിശക്തമായിട്ട് ആയുധം കടത്തുകയും ഹവാല പണം കൊണ്ടുവരികയും ആയുധ സമാഹരണം നടത്തി ആക്രമണം നടത്തുകയും ചെയ്യുന്നു എന്നുള്ളത് സത്യമാണ്. കാര്യം ഇതിനകത്ത് 96 മുതൽ 2005 വരെയുള്ള കാലഘട്ടത്തിൽ കേരളത്തിൽ 16,000 കോടി രൂപ ഹവാലയായിട്ട് എത്തിയിരുന്നു എന്നുള്ള അന്നത്തെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ റിപ്പോർട്ട് അന്ന് അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇതിൻ്റെ മുമ്പാകെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കൂടാതെ ബാക്കിയുള്ള എത്രയോ സംഭവങ്ങൾ, ചേകന്നൂർ മൗലവി സംഭവത്തിൽ ബന്ധമുണ്ടെന്ന് സംശയിച്ചിരുന്ന കാന്തപുരം ഉസ്താദിൻ്റെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ പേഴ്സണൽ സെക്യൂരിറ്റി ഗാർഡിൽപ്പെട്ട 2 പേര് അന്ന് കുഞ്ഞാലിക്കുട്ടിയുടെയും മുസ്ലിം ലീഗിൻ്റെ ഒത്താശയോടെയാണ് രാഖി രാമാനം വിദേശത്തേക്ക് പോയത്. എന്തുകൊണ്ട് ഇവർ വിമാനത്താവളത്തിൽ തടഞ്ഞില്ല അല്ലെങ്കിൽ പിടിച്ചില്ല? എന്തുകൊണ്ട് ലുക്കൗട്ട് നോട്ടീസ് വന്നില്ല? അയോധ്യ സംഭവം ഉണ്ടാകുന്ന സമയം അയോധ്യയിൽ തർക്കമന്ദിരം തകർത്തു. തർക്കമന്ദിരം തകർത്തപ്പോൾ ഇവിടെ ഇതുവരെ ഇപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്? പാണക്കാട് തങ്ങളുള്ളതുകൊണ്ട് മുസ്ലിം ലീഗ് ഉള്ളതുകൊണ്ടും കേരളത്തിൽ കലാപം ഉണ്ടായിട്ടില്ല എന്നാണ്. കേരളത്തിൽ കലാപം ഉണ്ടായി. നിരവധി ക്ഷേത്രങ്ങൾ, 100-ലേറെ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു. മലപ്പുറം ജില്ലയിൽ മാത്രം എത്ര പേര് കൊന്നു? പട്ടിക്കാന്തൊടി വേണു എന്ന് പറയുന്ന ആൾ അടക്കം 3-4 പേര് അന്ന് അവിടെ കൊല്ലപ്പെട്ടു. അന്ന് കുട്ടി അഹമ്മദ് കുട്ടി MLA-യുടെ നേതൃത്വത്തിലാണ് കലാപകാരികൾ വന്നത്. പള്ളി വിളിച്ച നായിൻ്റെ മോന്താ പോകുന്നത് എന്ന് പറഞ്ഞ് വിളിച്ചിട്ടാണ് പട്ടിക്കാന്തൊടി വേണുവിനെ ആക്രമിക്കുന്നത്. അപ്പോൾ ഈ സംഭവം, ശാസ്താക്ഷേത്രം, കൊണ്ടോട്ടിയിലെ ധർമ്മശാസ്ത്ര ക്ഷേത്രം ആക്രമിക്കപ്പെട്ടു. അങ്ങനെ എത്ര സംഭവങ്ങൾ. ഈ സംഭവം മുഴുവൻ അന്ന്
ശബരിമല പോകുന്ന തീർത്ഥാടകരുടെ വണ്ടി തടഞ്ഞു. അന്ന് സി സുബ്രഹ്മണ്യമാണ് DGP. സി സുബ്രഹ്മണ്യം വന്ന സമയത്ത് മാതൃഭൂമിയുടെ, അന്ന് ഞാൻ കോഴിക്കോട് മാതൃഭൂമിയുടെ റിപ്പോർട്ടറാണ്, സി സുബ്രഹ്മണ്യത്തെ ഇൻ്റർവ്യൂ ചെയ്ത സമയത്ത് ഞാൻ ചോദിച്ചു. അന്ന് മുഹമ്മദ് യാസിനായിരുന്നു മലപ്പുറം SP. ഈ ശബരിമല അയ്യപ്പന്മാരുടെ കെട്ടഴിച്ച് തേങ്ങ റോഡിലടിപ്പിച്ചു. ഇബ്രാഹിം സുലൈമാൻ സെട്ടു സിന്ദാബാദ് വിളിപ്പിച്ചിട്ടാണ് ഈ മുസ്ലിം ലീഗുകാർ അന്ന് തേങ്ങ റോഡിലടിപ്പിച്ചത്. ആ സംഭവം ഉണ്ടായപ്പോൾ എന്തുകൊണ്ട് ആകാശത്തേക്കെങ്കിലും വെടിവെക്കാൻ ഉത്തരവിട്ടില്ല എന്ന് ചോദിച്ചപ്പോൾ അന്ന് സി സുബ്രഹ്മണ്യം വകുപ്പ് തലത്തിൽ നടപടി ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഒരു നടപടി ഉണ്ടായില്ല. ഇതെല്ലാ കാലത്തും നടക്കുന്നുണ്ട്. ഭരണത്തിൻ്റെ തണലിൽ ഇസ്ലാമിക കലാപകാരികൾ മുസ്ലിം ലീഗിൻ്റെ കാലത്ത് എല്ലാ കാലവും അഴിഞ്ഞാടുന്നുണ്ട്. മഹ്റാഡും ഇത് തന്നെയാണ് നടന്നത്. തെളിവുകൾ നശിപ്പിക്കാനും ആയുധം വന്ന വഴികൾ മറച്ചു വെക്കാനും കടലിൽ കൂടി കലാപകാരികൾ അല്ലെങ്കിൽ ഭീകരർ രക്ഷപ്പെടാനും വഴിയൊരുക്കിയത് കേരള പോലീസാണ്. അതിനകത്ത് സഞ്ജീവ് കുമാർ പട്ജോഷിയുടെയും ഈ അബ്ദുറഹ്മാൻ്റെയൊക്കെ പങ്ക് അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഈ തോമസ് പി ജോസഫിനെ പോലുള്ള ഏറ്റവും സത്യസന്ധനായ ഹൈക്കോടതി ജഡ്ജി അന്വേഷണം ആവശ്യപ്പെട്ടിട്ടും എൻഫോഴ്സ്മെൻറ്റും CBIയും ഇൻ്റലിജൻസും കൂടിയുള്ള സംയുക്ത അന്വേഷണം ആവശ്യപ്പെട്ടിട്ടും അത് നടപ്പിലായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പരാജയം. കാര്യം 2014 മുതൽ BJP ആണ് കേരളം കണ്ട ഏറ്റവും വലിയ കൂട്ടക്കൊല, ഗറില്ല കൂട്ടക്കൊലയാണ് നടന്നതെന്ന് പോലീസ് ഉദ്യോഗസ്ഥരും അന്വേഷണ കമ്മീഷനും പറഞ്ഞിട്ടും എന്തുകൊണ്ട് അന്വേഷണം നടത്തിക്കാൻ BJPക്ക് കഴിഞ്ഞില്ല എന്നുള്ള കാര്യവും പരിശോധിക്കപ്പെടേണ്ടതാണ്. ഈ തോമസ് പി ജോസഫ് കമ്മീഷൻ്റെ മുന്നിൽ മൊഴി നൽകിയല്ലോ, എങ്ങനെയായിരുന്നു കമ്മീഷൻ്റെ ഒരു ഇടപെടലൊക്കെ? അല്ല, കമ്മീഷൻ സ്വാഭാവികമായിട്ടും വർഗീയത കുറിച്ച് കേരളത്തിൽ പഠനം നടത്തിയിട്ടുള്ള ഒരു പത്രപ്രവർത്തക നിലയിലാണ് അന്ന് ഇതായിട്ട് വിളിച്ചത്. കാര്യം അന്ന് ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് അവാർഡായിരുന്നു, ജേർണലിസ്റ്റ് അവാർഡായിരുന്നു അപ്പൻ മേനോൻ മെമ്മോറിയൽ അവാർഡ്. അപ്പോൾ ഇത്രയും ഈ സർവ്വമത സാഹോദര്യവും എല്ലാവരെയും മതത്തിന് അതീതമായിട്ട് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എല്ലാ വംശീയ പീഡനം നടന്നിരുന്ന ജൂതന്മാർക്ക് അഭയം കൊടുത്ത കേരളം, ഇസ്ലാമും ക്രിസ്ത്യാനിയും ആദ്യം വന്ന കേരളം, എല്ലാ മതസ്ഥരും ഒരുമിച്ച് കഴിയുന്ന സാർവലോക മതസാഹോദര്യത്തിൻ്റെ വിളനിലമായിരുന്ന കേരളം, ആ കേരളം പൂർണ്ണമായിട്ടും വർഗീയതയുടെ അടിസ്ഥാനത്തിൽ പോളറൈസ് ചെയ്യപ്പെടുന്നു, ധ്രുവീകരണം ഉണ്ടാകുന്നു എന്നുള്ളതായിരുന്നു അന്ന് എൻ്റെ പഠന വിഷയം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുസ്തകം ഇറങ്ങിയത്. അപ്പോൾ ഈ തരത്തിലുള്ള പഠനം നടത്തിയിട്ടുള്ള ഒരാളെന്ന നിലയിൽ ഇവർ പിന്നെ പറയുകയായിരുന്നു ഇത് ഹാജരാകണം. അപ്പോൾ അത് ഏത് പ്രോസിക്യൂഷൻ വിറ്റ്നസ്സായിട്ട് പോലീസ് എൻ്റെ പേര് കൊടുക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇത് സാക്ഷിയായിട്ട് എന്നെ വിളിച്ചത്. ഈ പുസ്തകം വർഗീയതയുടെ അടിവേരുകൾ എന്ന് പറയുന്ന ആ പുസ്തകം കമ്മീഷൻ തെളിവായിട്ട് സ്വീകരിച്ചിരുന്നു. പിന്നെ കമ്മീഷൻ റിപ്പോർട്ടിൽ തുടക്കത്തിൽ തന്നെ ഈ എൻ്റെ മൊഴി ഇത് കംപ്ലീറ്റ് അതിലാണ്, കൊട്ടേഷനിലാണ് ആരംഭിക്കുന്നത്. റിപ്പോർട്ട് അവസാനിക്കുന്നതും എൻ്റെ ഇതിലായിരുന്നു. അവസാനമായിട്ട് കമ്മീഷൻ എന്നോട് ചോദിച്ചു ഇനി എന്തെങ്കിലും പറയാനുണ്ടോ. അപ്പം ഞാൻ അന്ന് പറഞ്ഞ ഒരു കാര്യം, അന്ന് ഞാൻ മാതൃഭൂമിയിലെ അന്വേഷണങ്ങൾ അന്ധകാരത്തിലേക്ക് എന്ന് പറഞ്ഞ ഒരു പരമ്പര ചെയ്തിരുന്നു. നിരവധി അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടുകൾ വന്നിട്ടും ഒരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെയും ശുപാർശകൾ നടപ്പിലായിട്ടില്ല. കാര്യം വിധേയത്തിൽ കമ്മീഷൻ തലശ്ശേരി കലാപത്തിന് ശേഷം ഈ വർഗീയ കലാപം ഉണ്ടാകാതിരിക്കാനുള്ള നടപടിക്രമങ്ങളെക്കുറിച്ച് ശുപാർശ ചെയ്തിരുന്നു. പാലക്കാട് നടന്ന കലാപത്തിൻ്റെ അന്വേഷണത്തിലും ഇതേപോലെ തന്നെ റിപ്പോർട്ട് വന്നിരുന്നു. അതിനു മുമ്പാണ് പൂന്തുറ കമ്മീഷൻ റിപ്പോർട്ടിൽ വർഗീയ കലാപം ഇനിയും ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള നടപടികളെക്കുറിച്ച് ജസ്റ്റിസ് അരവിന്ദാക്ഷ മേനോൻ പറയുന്നത്. അരവിന്ദാക്ഷ മേനോൻ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് കേരളത്തിൻ്റെ ഒരു തനത് സ്വഭാവം വർഗീയതയ്ക്ക് അതീതമായിട്ടുള്ള സാഹോദര്യത്തിൻ്റെതാണ്. അപ്പോൾ കമ്മീഷൻ അവിടെ സ്പോട്ടിൽ റിപ്പോർട്ട് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തട്ടമിട്ട ഒരു മുസ്ലിം സ്ത്രീ പറയുന്നത് ആ പോകുന്ന RSSൻ്റെ ഇവനാണ്, അവൻ എൻ്റെ മോനെ പോലാണെന്ന് പറഞ്ഞിട്ട് മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു RSSൻ്റെ പ്രവർത്തകനെ വിളിച്ചിട്ട് അവൻ്റെ തോളിൽ കൈവച്ച് അവൻ്റെ തലമുടി ഇങ്ങനെ തഴുകിക്കൊണ്ടാണ് എന്നോട് സംസാരിച്ചത്. ഇത് കേരളത്തിൻ്റെ സർവ്വമത സാഹോദര്യത്തിൻ്റെ സൂചനയാണ് എന്ന് പറയുന്നുണ്ട്. കമ്മീഷനും കുറേയധികം അരവിന്ദാക്ഷ മേനോനും കുറേയധികം ശുപാർശകൾ വെച്ചിരുന്നു. പക്ഷേ ഈ റിപ്പോർട്ടുകൾ ഉണ്ട് എന്നുള്ളതൊഴികെ യാതൊരു നടപടികളും പിന്നീട് ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഏറ്റവും വ്യക്തമായ ഒരു ഉദാഹരണം പൂന്തുറ കമ്മീഷൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പൂന്തുറയിലെ കലാപത്തിൻ്റെ കാരണം അബ്ദുൽ നാസർ മദനിയുടെ പ്രസംഗമാണെന്ന്.
മദനി കൊണ്ടുവന്ന തീപ്പൊരി വർഗീയതയാണ് കലാപത്തിൻ്റെ കാരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ അന്ന് പെട്രോൾ ബോംബും വിതരണം ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു മാരുതി ഓമിനി വണ്ടിയുടെ നമ്പർ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് ഇതിൽ പറഞ്ഞിരുന്നു. ആ വണ്ടി കണ്ടെത്തണം, വണ്ടിയുടെ ഉടമസ്ഥനെ കണ്ടെത്തണം. ഉടമസ്ഥനെ കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ആരാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് കണ്ടെത്താൻ പറ്റും. ഇപ്പോൾ 2025 എത്ര സർക്കാരുകൾ മാറി മാറി വന്നു, ഇതുവരെ ആ വണ്ടി ആരുടേതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അന്വേഷണം നടന്നിട്ടില്ല. അപ്പോൾ ഈ സംഭവം ഞാൻ പറഞ്ഞപ്പോഴാണ് കമ്മീഷൻ പറഞ്ഞത് ഇങ്ങനെ ഈ മൊഴി ഞാൻ ഇത് കണക്കിലെടുത്ത് ഞാൻ പറയുകയാണ്, ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടിലെങ്കിലും ഈ നിർദ്ദേശിക്കുന്ന നടപടികൾ ഉണ്ടാകുമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ ഒന്നും ഉണ്ടായില്ല. അന്വേഷണം പോലും നടന്നില്ല എന്നുള്ളതാണ് വസ്തുത. വേണ്ട രീതിയിൽ അന്വേഷണം നടന്നിരുന്നെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള ആൾക്കാരെ കണ്ടെത്താൻ പറ്റുമായിരുന്നു, തീവ്രവാദ ബന്ധം കണ്ടെത്താൻ പറ്റുമായിരുന്നു. ഒന്നും നടന്നിട്ടില്ല.